വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നത് ഒരു പാക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാണ് ഈ കയ്യിൽ. അപ്പോൾ കുറേ വീഡിയോയിൽ കണ്ടായിരുന്നു ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് നല്ല വെളുത്ത് പാറിയിട്ട് ഉള്ള കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത് നമുക്കും ആ ഒരു റിസൾട്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഒരു വൈറ്റ് വാഷ് അടിച്ച ആ ഒരു ഫീലാണ് എല്ലാ വീഡിയോസിലും കണ്ടത്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ പാക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങും തക്കാളിക്കാണ്. അപ്പം ഞാൻ രണ്ടിൻ്റെയും പകുതി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് നല്ലൊരു ജ്യൂസി പരുവത്തിനാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് അരിപ്പൊടിയാണ്. അത് നല്ല ഒരു നമുക്ക് ഫേസിലിടാൻ പറ്റും എന്ന് തോന്നുന്ന ആ ഒരു പരുവാവുന്നേരം നമ്മൾ അരിപ്പൊടി ഇട്ടെടുക്കണം. അപ്പോൾ അരിപ്പൊടി ഇട്ട് ഞാൻ മിക്സി എടുക്കുന്നുണ്ട്. നമുക്ക് ഇടാൻ പറ്റിയ ആ ഒരു പരുവത്തിന് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. അപ്പം ഞാനിവിടെ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യിലാണ് ഇട്ടുനോക്കുന്നത്, ഫേസിലല്ല. അപ്പോൾ കയ്യിലാകുമ്പോഴത്തേനും നമ്മൾ രണ്ട് ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിനടുക്ക് ഇട്ടൊക്കെ നമുക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്ക് നല്ല കളർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തൊക്കെ ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പം ഞാനിത് രണ്ട് കയ്യിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം. അപ്പം ഇതാണ് കൈയിൻ്റെ ആ ഒരു പരുവം. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പം കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാനപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലോട്ട്. അപ്പം ഇത് ഫുള്ള് ഇട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തേച്ച് തീർക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം നോക്കണം നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ, അവർ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ളതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. റിസൾട്ടാണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിരിക്കുന്നു. നീണ്ട കാത്തിരിപ്പിന് ശേഷം കൈ ഉണങ്ങി. ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം റിസൾട്ട് ഞെട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഓരോരുത്തർ ഇത് പാക്ക് ചെയ്തിട്ട് കയ്യിൽ എന്താണോ തേക്കുന്നത് വെച്ചാൽ അറിയത്തില്ല. ഫൗണ്ടേഷൻ ഇട്ടണക്കാണ് കൈയൊക്കെ ഒരുമാതിരി വെളുത്ത് ഒരു ഭയങ്കര വെളുത്തിട്ടാണ് കാണിക്കണത്. ഏത് പാക്ക് ഇട്ടാലും നമുക്ക് ഒറ്റ യൂസിൽ എന്തായാലും അത്രയും വെളുത്തൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത് ഒറിജിനൽ ആണോ എന്നറിയാൻ. നിങ്ങൾക്കിത് കണ്ടിട്ട് വരാൻ തോന്നുന്നുണ്ടോ വല്ല റിസൾട്ടോ കാര്യങ്ങളോ കിട്ടും എന്നുള്ളത്? അപ്പം നമുക്ക് ഇനി സെല്ലോ ടേപ്പ് ഊരി നോക്കാം. രണ്ടിടത്തും ഡിഫറൻസ് അറിയണമല്ലോ. എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇനി മറ്റേതൊന്നും ഇളക്കി നോക്കാം. സെല്ലോ ടേപ്പ് ഇട്ട് സ്ഥലം വെളുത്തിട്ടുണ്ട്. നമ്മൾ സെല്ലോ ടേപ്പ് രണ്ട് സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചല്ലോ, ആ ഒരു ഭാഗം വെളുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതൊക്കെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതുപോലെ ഒറ്റ യൂസിൽ വെളുക്കുന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു പാക്ക് ഇട്ടിട്ട് എനിക്ക് വലിയ റിസൾട്ട് ഉണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അവരുടെയൊക്കെ വീഡിയോ നല്ല വെളുത്ത് ഒരുമാതിരി വല്ലാത്തൊരു ഇതാണ്. അപ്പം അങ്ങനെ ആവുമോ ഇല്ല അറിയാനാണ് ടെസ്റ്റ് നോക്കിയത്. അപ്പം ഈ പാക്ക് അത്ര പോരാ. പക്ഷേ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.